ഹലോ, സൂറൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാനായി പോകുന്നത് ഒരു സ്പെഷ്യൽ തരിക്കഞ്ഞിയാണ്. അതിനായി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു സേമിയ പാക്കറ്റിൽ നിന്നും മൂന്നിൽ ഒരു ഭാഗമാണ്. അത് ഞാനിവിടെ ശരിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് കുറച്ച് ചെറിയുള്ളിയാണ്. പിന്നെ ഇതൊരു 8 ഈത്തപ്പഴം ശരിയാക്കി വെച്ചതാണ്. ഇത് ആവശ്യത്തിന് അണ്ടിപ്പരിപ്പും മുന്തിരിയും എടുത്തിട്ടുണ്ട്. ഇത് ചൊവ്വരി, ചാവോനരി എന്നൊക്കെ പറയുന്ന അരിയാണ്. അത് കഴുകിയെടുത്ത് കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. അതിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ കൂവപ്പൊടി 2 ടീസ്പൂണുണ്ട്. പിന്നെ ഇത് ഏലക്ക പൊടിച്ചതാണ്. പിന്നെ ഇത് 3 ടീസ്പൂൺ റവ വറുത്ത് റെഡിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് ബെല്ലമാണ്. പഞ്ചസാരക്ക് പകരം ഞാനിവിടെ ഒരു കഷ്ണം ബെല്ലം ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം. കൂവപ്പൊടി ക്ഷീണത്തിനും യൂറിൻ ഇൻഫെക്ഷനൊക്കെ വളരെ നല്ലതാണ്. അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒരു നാഴി പാലാണ്. ഇതും നമുക്ക് ഇതിൽ ചേർക്കണം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇനി നമുക്കിതിൽ 2 ടീസ്പൂൺ നെയ്യിട്ട് കൊടുക്കാം. നെയ്യിടുമ്പോൾ മിൽമയുടെ നെയ്യ് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. അതാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഇനി നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കശുവണ്ടി, മുന്തിരി ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് നോമ്പ് തുറന്നാൽ കഴിക്കാൻ നല്ലൊരു ഡ്രിങ്കാണ്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഒരു ഡ്രിങ്കാണ് ഇത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ തയ്യാറാക്കണം. ഇപ്പോൾ ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിക്കണം. ഇപ്പോൾ സേമിയവും റവയും വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. സേമിയവും റവയും കൂടി വറുത്തത് ഇതിലേക്ക് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിൽ പാലൊഴിച്ച് കൊടുക്കാം. പാല് തിളച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ സാവോനരി എന്നൊക്കെ പറയും കേട്ടോ, അതിടാം. ഇപ്പോൾ പാലൊഴിച്ച് നമ്മൾ ഇനി ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് ചാവോനരി ഇടാം. ചില ഭാഗത്ത് സാവോനരി, ചില ഭാഗത്ത് ചാവോനരി എന്നൊക്കെ പറയും. ശരിക്കും എന്താ പേരെന്നറിയില്ല. ഇനി നമുക്കിതിൽ സാവോനരി ഇട്ട് കൊടുക്കാം. ഇതിലിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മണി പോലെ കടിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു നല്ല രസമായിട്ട് തോന്നും കേട്ടോ നമ്മളിങ്ങനെ കഴിക്കുമ്പോഴേ. ഇത് തിളക്കുമ്പോഴേക്കും നമുക്ക് ഈ കൂവപ്പൊടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കലക്കി എടുക്കണം. അല്ലെങ്കിൽ അതിൽ കട്ടയായി കിടക്കും. അത് നല്ല പോലെ ലൂസായിട്ട് വെള്ളം പോലെ ഒഴിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ അത് ചെയ്യാം നമുക്ക്. ഇനി നമുക്കിതിൽ പഴം ഇട്ട് കൊടുക്കാം. തേങ്ങാപ്പാലിൻ്റെ കാര്യം ഞാൻ പറയാൻ മറന്നു കേട്ടോ. അരമുറി തേങ്ങയുടെ പാലും ഞാനിതിൽ ചേർക്കുന്നുണ്ട്. അത് ഞാൻ പറയാൻ മറന്നതാണ്. അപ്പോൾ അത് ഓപ്ഷനാണ്. ആവശ്യമുള്ളവർക്ക് ചേർക്കാം, ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ട. ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അത് ചേർത്തില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിൽ ഈത്തപ്പഴം ചേർക്കാം. ഇനി ഇതിൽ നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. ലേശം തരിട്ടാൽ മതി. ഇനി നമുക്ക് കൂവപ്പൊടി ചേർക്കാം. കൂവപ്പൊടി ചേർത്ത പാട് വേഗം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട പിടിക്കും. നമുക്കിതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാം. ഇനി ലാസ്റ്റ് നമുക്ക് വെള്ളം ഒഴിക്കാം.
ഇനി ലാസ്റ്റ് നമുക്ക് ശർക്കര ഒഴിക്കിയത് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര ഇടാം കേട്ടോ. ഞാൻ മധുരം കുറച്ചാണ് ഇടുന്നത് കേട്ടോ. അപ്പം മധുരം ആവശ്യമുള്ളവർക്ക് ഇതിലും കൂടുതൽ മധുരം ഇടാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇനി നമ്മൾ ഇതിൽ കുറച്ച് ഏലക്കായ പൊടിച്ചത് ഇടുന്നുണ്ട്. അതുപോലെ തന്നെ കശുവണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൂടുതൽ ഇടാം കേട്ടോ. ഇപ്പോൾ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് പൊരിച്ചെടുത്ത് മേലെ കുറച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് അടിക്കണം. ഓക്കെ, ബായ്. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബായ്.